നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിന്നൊന്ന് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കാനായിട്ടും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു 4-5 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് നല്ല പനിയായിരുന്നു കേട്ടോ. പനിയും ചുമയൊക്കെ ആയിരുന്നു. പനിയൊന്നും കുറഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ഫേസ് പാക്കായിട്ടല്ല ചെയ്യുന്നത്, ഒരു ഫേസ് സ്ക്രബായിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാകും, അതേപോലെ സ്കിൻ നന്നായിട്ട് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്നൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു സ്ക്രബാണ് കേട്ടോ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്ക്രബ് നമുക്കൊരു വെറും 2 മിനിറ്റ്സിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ക്രബാണ് കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു തക്കാളി വെച്ചിട്ടാണ്. ഈ തക്കാളി നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് മതിയാവും നമ്മുടെ ആ ഒരു സ്ക്രബിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. 1 സ്പൂൺ തൈര് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ട തൈര് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ലൂസായിട്ട് താഴോട്ട് പോകും കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അത് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ടും ചിലരുടെ ഫേസിലെ ചുണ്ടിന് സൈഡിലായിട്ട് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു സ്ക്രബാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി സ്ക്രബാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അത്രയ്ക്ക് റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ്സ് വെച്ചിട്ട് വേണം ഇത് വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാനിനി വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിന്നൊന്ന് റീഫ്രഷ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്കിന്നിലെ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസിങ് ക്രീം റൈസ് സെറാമൈഡിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്തേക്കാം. അപ്പം ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.